പ്രേക്ഷകർക്ക് നമസ്കാരം. പാല BJP തൂക്കുമെന്നുള്ളതിൽ ഒരാൾക്കും ഇനി ഒരു തർക്കവും വേണ്ട. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പാലയിൽ വരാൻ പോകുന്നത് ഷോൺ ജോർജ് ആണ്. ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഉടൻ വരാൻ പോകുന്നു. എന്തുകൊണ്ട് ഷോൺ ജോർജ് നിയമസഭയിലേക്ക്, കേരള നിയമസഭയിലേക്ക് എത്തണമെന്നുള്ളതിന്റെ വ്യക്തമായൊരു ഉത്തരമാണ് നമ്മൾ ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. ഇത് ഷോൺ ജോർജ് ഞാൻ എന്തുകൊണ്ട് നിയമസഭയിൽ എത്തണമെന്ന് പറഞ്ഞതിന്റെ ഒരു ഉത്തരമൊന്നുമല്ല. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചതിന്റെ ചെറിയൊരു ഭാഗം എടുത്ത് ഞാനിവിടെ കൊടുക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ട് ഷോൺ ജോർജിനെ തിരഞ്ഞെടുത്തുകൊണ്ട് മലയാളികള്, പ്രത്യേകിച്ച് പാലക്കാർ ഇദ്ദേഹത്തെ നിയമസഭയിലേക്ക് എത്തിക്കണമെന്നുള്ളത്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ചെറിയൊരു ഭാഗമാണ്. ഒരു 10 വർഷം മുമ്പ് കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹത്തിന് എന്തായിരുന്നു BJPയോടുള്ള ആറ്റിറ്റ്യൂഡ്, ഇന്ന് എന്താണ്, അത് മാത്രം പരിശോധിച്ചാൽ മതി. അത് എനിക്ക് നല്ല വിശ്വാസമാണ്. ഞാൻ 10 വർഷം മുമ്പ്, ഞാൻ തന്നെയാണ് ഉദാഹരണം. 10 വർഷം മുമ്പ് BJP ഏറ്റവും ശക്തമായി എതിർത്തിരുന്നതിൽ ഒരാളാണ് ഞാൻ. BJPക്കെതിരെ സമരം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ഞാനിന്ന് BJPയുടെ ഒരു പ്രവർത്തകനായി BJPക്ക് വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അതെന്റെ ബോധ്യം അതാണ്. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ന്യൂനപക്ഷം എന്ന നിലയിൽ മാത്രമല്ല, ഇവിടെ ഈ രാജ്യത്തിന് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ല എങ്കിൽ, BJP അല്ല ഈ രാജ്യം ഭരിക്കുന്നെങ്കിൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും ബോധ്യപ്പെടും. ആ ബോധ്യം എനിക്ക് വന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ BJPയുടെ ഭാഗമായത്. അപ്പൊ ആ ബോധ്യം ഒരു വലിയ വിഭാഗത്തിന് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ, അത് ഇസ്ലാം ക്രിസ്ത്യൻ എന്ന് വ്യത്യാസമൊന്നുമില്ല, വലിയ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെ തന്നെ ഉദാഹരണം, ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകൾ നാടിനാപത്താണെന്ന് സമസ്ത പോലും പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് വിവിധ സംഘടനകൾ ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള UDFന്റെ ബന്ധത്തെക്കുറിച്ച് വളരെ കൃത്യമായി പരാമർശിച്ചു. ഇത് രാജ്യവിരുദ്ധ സംഘടനയാണെന്നും മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഇത്തരം സംഘടനകളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നും മുസ്ലിം മതവിഭാഗത്തിനകത്ത് തന്നെ കൃത്യമായ നിലപാടുകൾ പുറത്തേക്ക് വരുന്നു. ആ നിലപാട് ഞങ്ങളും പറഞ്ഞുള്ളൂ. പക്ഷെ പറയുന്ന എന്താണ്, നമ്മളൊക്കെ മുസ്ലിം വിരുദ്ധരാക്കുക. നമ്മളെല്ലാം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയും പരിശുദ്ധ ഖുറാനെയോ പ്രവാചകനെയോ ഞാൻ ഇന്ന് വരെയും ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഞാൻ മോശം പറയാത്ത ഒരാളാണ്. പക്ഷെ കേരളത്തിൽ ഇപ്പൊ അറിയപ്പെടുന്ന മുസ്ലിം വിരോധിയായിട്ട് എന്നെ മാറ്റുക. എന്താ പ്രശ്നം? ഞാൻ BJP ആണ്. BJP എന്ന നിലയിൽ എന്റെ രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന SDPയും വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള സംഘടനകളെ കുറിച്ച് ഞാൻ പറയാൻ ബാധ്യസ്ഥനാണ്. ഞാൻ അതെന്റെ കടമയാണ്. എന്റെ രാജ്യത്തോടുള്ള കടമ, എന്റെ പാർട്ടിയോടുള്ള കടമയല്ല, എന്റെ രാജ്യത്തോടുള്ള കടമയാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കോൺഗ്രസിനെയും CPM-നെയും പൊളിച്ചു കാട്ടുക എന്നുള്ളത് എന്റെ കടമയാണ്. നിങ്ങൾ കേട്ടില്ലേ? പാലക്കാർ, ബോധമുള്ള പാലയിലെ ഓരോ ആളുകളും ഈ ഒരു നിലപാട് ഹൃദയത്തോട് സ്വീകരിക്കേണ്ടതാ. കേരളത്തിൽ ഇതുപോലെ നട്ടെല്ല് നിവർത്തിക്കൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെതിരെ, SDPIക്കെതിരെ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നിലപാടെടുക്കുന്ന ഏതെങ്കിലും ഒരു നേതാവ് കോൺഗ്രസിലോ CPM-ലോ ഉണ്ടോ? ഇല്ല. എന്നാൽ BJPയിലുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവാണ് പാലയിൽ മത്സരിക്കാൻ വരുന്നത്. മറ്റൊരു ജോസഫ് മാഷ്. ആവർത്തിക്കാതിരിക്കാൻ ഷോൺ ജോർജിനെയൊക്കെ പാലക്കാര് വിജയിപ്പിക്കുക തന്നെയാണ് വേണ്ടത്. ഷോൺ ജോർജ് ഒക്കെ കേരള നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട്, SDPIക്കാർ, ജമാഅത്തെ ഇസ്ലാമിക്കാർ അവരുടെയൊക്കെ പത്തി പൊക്കാൻ, അവരുടെയൊക്കെ പിടുക്ക് വിറക്കും എന്നുള്ളതാ സകല ആളുകളും തിരിച്ചറിയേണ്ടത്. പേടിച്ചു മാളത്തിലൊടിക്കോ. ഷോൺ ജോർജിനെ പോലെയുള്ള നട്ടെല്ല് നിവർത്തി നിന്ന് ജിഹാദിസത്തിനെതിരെ സംസാരിക്കുന്ന ആളുകള് കേരള നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനും, ഒരു പോപ്പുലർ ഫ്രണ്ടുകാരനും, ഒരു SDPIക്കാരനും രാജ്യത്തിനെതിരെ നാവ് കേരളത്തിൽ നിന്ന് പൊന്തില്ല എന്നുള്ളതാ വലിയ യാഥാർത്ഥ്യം. അങ്ങനെ പൊന്താതിരിക്കണമെങ്കിൽ ഷോൺ ജോർജിനെ പോലെയുള്ള നട്ടലുള്ള നേതാക്കന്മാർ കേരള നിയമസഭയിൽ എത്തണോ? ഒരു തർക്കമില്ലാത്ത വിഷയ. മറ്റൊന്ന്, ഷോൺ ജോർജ് എടുത്തു പറയുന്നു, പ്രവാചകനെയോ പരിശുദ്ധ ഖുർആനെയോ ഞാൻ ഒരിക്കലും എതിർത്തിട്ടില്ല. ഞാൻ എതിർക്കുന്നത് ജിഹാദിസത്തെയാണ്, പോപ്പുലർ ഫ്രണ്ടിനെയാണ്, ജമാഅത്തെ ഇസ്ലാമിയാണ്. ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിനെയും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ തന്നെ AP അബൂബക്കർ മുസ്ലിയാര് എതിർക്കുന്നുണ്ട്. ഇന്ത്യൻ മുസൽമാനാണെന്ന് നിരന്തരം നമ്മുടെ ചാനലിലൂടെ ഞാൻ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കാറുണ്ട്. ഞാനൊരു മുസ്ലിമായിട്ട് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്.
ഞാനും കൃത്യമായിട്ട് നിരന്തരം ഈ ജമാഅത്തെ ഇസ്ലാമിയെ, പോപ്പുലർ ഫ്രണ്ടിനെ, ഇത്തരം ജിഹാദിസത്തെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. രാജ്യം നിലനിന്നു പോവണമെങ്കിൽ, രാജ്യത്ത് സമാധാനം ഉണ്ടാവണമെങ്കിൽ ഒരു തർക്കവും വേണ്ട, സകല ജിഹാദിസത്തെയും അടിച്ചമർത്തുക എന്നല്ലാതെ മറ്റൊരു രക്ഷയുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് AP അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിച്ചതാണ്. ആ AP അബൂബക്കർ മുസ്ലിയാർ വരെ മുസ്ലിങ്ങൾക്കെതിരെയാണോ, മുസ്ലിം അല്ലോ എന്നിവരെ കേരളത്തിൽ ജിഹാദികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഷോൺ ജോർജിനെതിരേക്ക് മുസ്ലിം വിരുദ്ധനാണ് എന്നൊക്കെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മുസൽമാനും അത് അംഗീകരിക്കില്ല. ജിഹാദികൾ ഒരിക്കലും രാജ്യത്തെ സ്നേഹിക്കുന്നത് പോലും അംഗീകരിക്കില്ല. അത്തരം ജിഹാദികൾ മുസ്ലിം വിരുദ്ധനാണ് ഷോൺ ജോർജ് എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ കേരള പൊതുസമൂഹം, പ്രത്യേകിച്ച് രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങൾ പുച്ഛിച്ചു തള്ളും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ പാലയില് ഷോൺ ജോർജ് സ്ഥാനാർത്ഥിയാവാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോ വലിയ രീതിയിൽ ഒരുപാട് ആളുകൾ അവിടെ വോട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് ചാടി വീഴുന്നുണ്ട്. അത്തരം ആളുകളോട് പറയാനുള്ളത്, ഇവിടെ നമ്മുടെ ചാനലിലൂടെയൊക്കെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിക്കാൻ പോകുന്നു എന്ന് നമ്മൾ കൃത്യമായിട്ട് കണക്കുകൾ നിരത്തിക്കൊണ്ട് പറഞ്ഞ സമയത്തും സുരേഷ് ഗോപിക്കെതിരെ ഉറഞ്ഞു തുള്ളിയവരാണ് ഷോൺ ജോർജിനെതിരെ ഇപ്പോ ഉറഞ്ഞു തുള്ളുന്നത്. ഒരുത്തരും മറക്കണ്ട, തൃശ്ശൂരിൽ സുരേഷ് ഗോപി 3.25 ലക്ഷത്തോളം വോട്ടിലാണ്, ഭൂരിപക്ഷത്തിലാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചിട്ടുള്ളത്. തൃശ്ശൂർ ഒരു BJP മണ്ഡലമൊന്നും അല്ലായിരുന്നു, ലോക്സഭാ മണ്ഡലം അല്ലായിരുന്നു. എന്നിട്ടും അവിടെ സുരേഷ് ഗോപി വിജയിച്ചു. അതേപോലെ തന്നെ പാലയിൽ വിജയിക്കും. വെറുതെ പറയല്ല, പാലയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, പാലയിൽ വലിയ രീതിയിൽ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദേശം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അത് കേൾക്കുമ്പോൾ മനസ്സിലാവും പാലയിൽ ഷോൺ ജോർജ് ജയിക്കുമോ ജയിക്കില്ലേ എന്നുള്ളതൊക്കെ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. BJPക്ക് വലിയ വോട്ട് ബാങ്ക് ഇല്ലാത്ത പാല, ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷമുള്ള പാല, BJP വിരുദ്ധ രാഷ്ട്രീയത്തിന് മുൻതൂക്കമുള്ള പാല. ഈ പാലയിൽ NDA മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ ഷോൺ ജോർജ് വിജയിക്കുമോ? ചോദ്യം ന്യായമാണ്. ഇനി നമുക്ക് ഈ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്കൊന്ന് പോയാലോ? തിടനാട് പഞ്ചായത്തിലെ ചെമ്മലമറ്റം വാർഡ്, ഇവിടെയാണ് 12 ശ്ലീഹന്മാരുടെ പേരുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. മഠം, നഴ്സറി സ്കൂൾ, കോൺവെന്റ്, വക തൊഴിൽ പരിശീലന കേന്ദ്രം, അന്തരിച്ച കുഞ്ഞു മിഷണറി കുഞ്ഞേട്ടന്റെ ഭവനം, ഇവയൊക്കെ സ്ഥിതി ചെയ്യുന്ന ഈ വാർഡിൽ വോട്ടർമാർ 80% ക്രിസ്ത്യാനികളാണ്. BJPക്ക് ഇന്ന് വരെ 100 വോട്ട് കിട്ടാത്ത വാർഡ്. എന്നിട്ട് എന്തായി? ഈ വാർഡിൽ ഇപ്രാവശ്യം BJPക്ക് വേണ്ടി മത്സരിച്ചത് യുവ നേതാവ് ബൈജു തോമസ് വാരണം. മാണി ഗ്രൂപ്പിന് വേണ്ടി MP-യും MLA-യും മന്ത്രിയും വരെ പ്രചരണം നടത്തിയ വാർഡ്. വോട്ടിന് BJP NDA സ്ഥാനാർത്ഥി ബൈജു തോമസ് പറഞ്ഞത് നരേന്ദ്രമോദിയുടെ വികസനം മാത്രമാണ്. തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ 80% ക്രൈസ്തവ വോട്ടർമാരുള്ള ചെമ്മലമറ്റം പള്ളിയും മഠവും സ്ഥിതി ചെയ്യുന്ന വാർഡിൽ BJP സ്ഥാനാർത്ഥി ബൈജു തോമസിന് ഉജ്ജ്വല വിജയം. ചെമ്മലമറ്റം വാർഡിൽ ഏറ്റവും പ്രായമുള്ള വോട്ടർമാരിൽ ഒരാളായ വലക്കമറ്റത്തിൽ വർക്കിച്ചൻ ചേട്ടനൊക്കെ ഞാൻ നരേന്ദ്രമോദിയുടെ വികസനത്തിനാണ് വോട്ട് ചെയ്യുന്നത് എന്ന് പറയുന്ന മാറ്റത്തിന്റെ കാഴ്ചകൾ ഈ ചരിത്രം ഇനി പാലയിലും ആവർത്തിക്കും. കേരളത്തിലെ ഏറ്റവും പ്രബുദ്ധരായ പാലക്കാർ ഈ കുറി ഷോൺ ജോർജിനെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കും. തല താഴ്ത്തി നിൽക്കാൻ പാലക്കാരെ കിട്ടില്ല. ഞങ്ങളുടെ വോട്ട് ഈ കുറി BJPക്ക്. ഇതാണ് പാലയിലെ പൾസ്. പാലയിലൊക്കെ റിസൾട്ട് വരുമ്പോൾ ഷോൺ ജോർജ് പാട്ടും പാടി വിജയിച്ചിരിക്കും. അവിടെ വലിയ രീതിയിൽ ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്. അവരോടൊക്കെ ഹൃദയത്തിന്റെ ഭാഷയിൽ പറയാ, ക്രിസ്ത്യൻ ആളുകളോട് മാത്രമല്ല, രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടും ഹിന്ദു സമൂഹത്തോടും ഹിന്ദു മതക്കാരോടും സകല ആളുകളോടും, ഓരോ ആളുകളും രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സകലരോടും പറയാനുള്ളത്, നമ്മുടെ രാജ്യത്ത് സമാധാനം വേണമെങ്കിൽ, നമ്മുടെ നാട്ടിൽ സമാധാനം വേണമെങ്കിൽ ജിഹാദിസത്തിനെതിരെ നട്ടെല്ല് നിവർത്തി സംസാരിക്കുന്ന ആളുകള് നമ്മുടെ കേരള നിയമസഭയിൽ എത്തണോ? അത്തരം നട്ടെല്ല് നിവർത്തി സംസാരിക്കുന്നതിലെ പ്രധാനിയാണ് ഷോൺ ജോർജ്. പാലയിലുള്ള ഓരോ ആളുകളും ഷോൺ ജോർജിനേക്ക് വിജയിപ്പിച്ചേ പറ്റത് നമ്മുടെ നാടിന്റെ ആവശ്യമാണെന്ന് പാലക്കാർ തിരിച്ചറിയും. 100%
പാട്ടും പാടി ഷോൺ ജോർജ് പാലയിൽ വിജയിച്ചിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. BJP-യുടെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല. ഏകദേശം പാലയിൽ ഷോൺ ജോർജ് തന്നെയാണ് മത്സരിക്കുകയും ചെയ്യുക. അദ്ദേഹം തന്നെയാണ് അവിടെ വിജയിക്കാൻ പോകുന്നത് എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.